ഹായ് ഫ്രണ്ട്സ്, ഇന്നൊരു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഞങ്ങളുടെ സൈറ്റിലൊരു ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യാനാണ്. അപ്പോൾ ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും വിചാരിക്കും ഇതിലെന്താ പ്രത്യേകിച്ചിരിക്കുന്നതെന്ന്. അപ്പോൾ നമ്മൾ ബാത്റൂം എപ്പോഴും പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമ്മൾ ബാത്റൂം ചെയ്യുമ്പോൾ ടൈൽ ഒട്ടിക്കാൻ നേരത്ത് നമുക്ക് ഒരുപാട് ലാഭം കിട്ടും. കാരണം നമ്മൾ ടൈൽ ഒട്ടിക്കുന്നത് ഗമ്മിലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ഗമ്മ് നമുക്ക് കുറച്ച് ഗമ്മ് മതി, ഒരുപാട് ഗമ്മാവത്തില്ല. അപ്പോൾ ബാത്റൂം പ്ലാസ്റ്ററിങ് നോക്കി സൂക്ഷിച്ച് ചെയ്താൽ ലാഭം കിട്ടുന്നത് എവിടെയാണ്? ടൈലിൻ്റെ വർക്കിനാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ്. അപ്പം ഇത് മുഖ്യ ആൾക്കാർക്കും അറിയാം, കാരണം പണിക്കാർക്ക്, ഇത് ചെയ്യുന്ന പണിക്കാർക്ക് എല്ലാവർക്കും, എന്നെപ്പോലെ എല്ലാ പണിക്കാർക്കും അറിയാം. പക്ഷേ ഈ കൺസ്ട്രക്ഷൻ വർക്കിനെ കുറിച്ച് അറിഞ്ഞൂടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ ചുറ്റുമുണ്ട്. കാരണം ഒരുപാട് പേര് എൻ്റെ അടുത്ത് വിളിച്ച് ഓരോരോ സംശയങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഒരുപാട് കാര്യങ്ങൾ അറിയാത്ത ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഇത് അവർക്ക് ഉപകാരപ്പെടണമെങ്കിൽ ഉപകാരപ്പെടട്ടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ ഇത് ഒരു 7 അടി നീളം 5 അടി വീതി ആണ് ഈ ബാത്റൂമിനുള്ളത്. അപ്പോൾ ഈ ബാത്റൂം നമ്മൾ സാധാ ചെയ്യുമ്പോൾ തന്നെയാണ് ഗ്രൗട്ട് അടിച്ച് സീലിംഗ് എല്ലാം പ്ലാസ്റ്ററിങ് ചെയ്യുന്നത് സാധാ ചെയ്യുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇതിന് വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ നമുക്കിവിടെ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സോസ് ഫാൻ വെക്കണം. അപ്പോൾ ഒരു വെൻറ്റിലേഷനും വെക്കാറുണ്ട്. അപ്പോൾ ആ വെൻറ്റിലേഷനും എക്സോസ് ഫാനും കൂടി ഉള്ള പൈപ്പ്, അതായത് ബാത്റൂമിൽ എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ 6 ഇഞ്ചിൻ്റെ എക്സോസ് ഫാനിൻ്റെ പൈപ്പാണ് കൊടുക്കുന്നത്. അതായത് കേജ് കൂടിയ കുറഞ്ഞത് 6 ഇഞ്ചിൻ്റെ പൈപ്പ്. കിച്ചൺ എക്സോസ് ഫാനിന് വേണ്ടി നമ്മൾ 8 ഇഞ്ച് പൈപ്പാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നത് സ്ക്വയർ ആയിരിക്കും ചില ആൾക്കാർ ചെയ്യുന്നത്. പക്ഷേ സ്ക്വയറിനെക്കാട്ടും നല്ലത് ഇതുപോലെ 6 ഇഞ്ചിൻ്റെ ഒരു പൈപ്പ് വയ്ക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്കത് ഇതിൽ കാണുമ്പോൾ അറിയാം, അത് നല്ല ഭംഗിയുമാണ്, ഒതുങ്ങിയിരിക്കും. അപ്പോൾ ഈ സ്ക്വയർ വയ്ക്കുമ്പോൾ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിൽ ചെറിയ എന്തെങ്കിലും വ്യത്യാസം വല്ലതും ഉണ്ടെങ്കിൽ അവിടെ ഗ്യാപ്പ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഗ്യാപ്പൊക്കെ അടച്ച് ഫില്ല് ചെയ്ത് വരണം. അപ്പോൾ ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ടാണ് 6 ഇഞ്ചിൻ്റെ എക്സോസ് ഫാൻ വയ്ക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പക്ഷേ ചില ആൾക്കാർക്ക് ശ്രദ്ധിക്കാത്തതാണോ, അവർ സ്പീഡിന് ചെയ്ത് പോകണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെപ്പോഴും ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ ചുമര് എപ്പോഴും നമ്മൾ തൂക്കി തന്നെ ചെയ്യണം. നമ്മളിപ്പോൾ ഒരു റൂമിനകത്തൊരു ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അവിടെ അലമാരയും കാര്യങ്ങളും ഒന്നും വരാത്തൊരു ചുമരാണെങ്കിൽ നമുക്ക് അവിടെ തൂക്കുകട്ട വെച്ച് തൂക്കിയില്ലെങ്കിൽ സാരമില്ല. കാരണം നമുക്ക് മുഴക്കോലിന് കറക്റ്റ് ഏറ്റെടുത്ത്, ബെൻഡില്ലാതെ കറക്റ്റ് ഏറ്റെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം വരുന്നില്ല. പക്ഷേ നമ്മൾ ബാത്റൂമിൻ്റെ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് തൂക്കായിരിക്കണം. കാരണം തൂക്കല്ല എന്നുണ്ടെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈൽ ഒട്ടിച്ച് വരുമ്പോൾ ഒരുപാട് നല്ല വ്യത്യാസം കാണിക്കും. കാരണം 2 ചുവരും തമ്മിൽ മൂല വെത്തുമ്പോൾ അത് ഒരുപാട് വ്യത്യാസം കാണിക്കും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബാത്റൂമിൻ്റെ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഗ്രൗട്ട് ഒഴിച്ച് നല്ല ലൂസ് ചാന്ത്, അതായത് ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഈ പൊടി പരുവത്തിനുള്ള സിമൻറ്റ് മിക്സ് ചെയ്ത് അടിക്കാനേ പാടില്ല. കാരണം ഒരുപാട് ആൾക്കാർ വർക്ക് എളുപ്പത്തിന് തീർക്കാൻ വേണ്ടി ഗ്രൗട്ട് ഒഴിച്ചിട്ട് നല്ല വെള്ളം ഒഴിക്കാതെ പൊടി പരുവത്തിനാണ് സിമൻറ്റ് അടിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ഞാൻ എൻ്റെ എല്ലാ വീടും നമ്മൾ ഈ കോൺക്രീറ്റ് ചുമരൊക്കെ ആണെങ്കിൽ നമുക്ക് ലൂസ് ഗ്രൗട്ട് ഒഴിച്ചിട്ട് ഈ പൊടിച്ചാന്ത് അടിക്കാം. പക്ഷേ ഇതുപോലത്തെ ഹോളോ ബ്രിക്സ്, ഇഷ്ടിക, ചെങ്കല്ല് ഇങ്ങനെയുള്ളതിലൊക്കെ മാക്സിമം ഗ്രൗട്ട് ഒഴിച്ചിട്ട് എപ്പോഴും ചെയ്യേണ്ടത് ലൂസ് ചാന്ത് തന്നെ അടിക്കാൻ നോക്കണം. കാരണം ഈ പൊടിച്ചാന്ത് അടിച്ചു കഴിഞ്ഞാൽ അത് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൻ്റെ ആ ഒരു ഗ്രിപ്പ് ആ ഒരു പിടുത്തം അങ്ങ് പോകും. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ നിൽക്കരുത്. ഇതിപ്പോൾ ഞങ്ങൾ ലൂസ് ചാന്താണ് അടിച്ചിരിക്കുന്നത്. അപ്പോൾ ലൂസ് ചാന്ത് അടിച്ചിട്ട് 2 സൈഡിൽ ഇതുപോലെ മുഴക്കോലിന് ഇട്ടിട്ട് തൂക്കട്ടെ ഒന്ന് എടുത്ത് തൂക്കി ലെവൽ ചെയ്ത് കഴിഞ്ഞാൽ പണി വളരെ എളുപ്പമാണ്. കാരണം സാധാരണ നമ്മൾ റൂമിൻ്റെ ചുമര് പ്ലാസ്റ്ററിങ് ചെയ്യുന്നതിനേക്കാളും എളുപ്പമാണ് ബാത്റൂമിൻ്റെ ചുമര്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലിൻഡിൽ, അതായത് സെൻസൈഡിൻ്റെ താഴോട്ട് നമ്മൾ ടൈലാണ് ഒട്ടിക്കുന്നത്. 7 അടി പൊക്കത്തിന് ടൈലാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ ചില വീട്ടുകാർ ബാത്റൂം മൊത്തത്തിൽ ടൈൽ ഒട്ടിക്കും. അത് ഹൈറ്റ് കുറച്ച് ചെയ്യുന്ന ബാത്റൂമൊക്കെ ആണെങ്കിൽ മൊത്തത്തിൽ ടൈൽ ഒട്ടിക്കും. അല്ല, നമ്മൾ സാധാ വീടിൻ്റെ ഹൈറ്റൊക്കെ ഉള്ളെങ്കിൽ നമ്മൾ 7 അടി പൊക്കത്തിനാണ് ടൈൽ ഒട്ടിക്കുന്നത്. അപ്പോൾ ആ 7 അടിയുടെ താഴോട്ട് നമുക്ക് വരച്ച് വിട്ടാൽ മതി, തേക്കണ്ട.
അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ പണി കൂടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈപ്പാണി തേപ്പ് പോലൊക്കെ ഇട്ട് തേച്ച് പിന്നെ കരണ്ടി ഇട്ട് നല്ല തേച്ച് ഫിനിഷ് ചെയ്യണം. അപ്പോൾ ഈ ബാത്റൂം പ്ലാസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് താഴോട്ട് തേക്കേണ്ട ആവശ്യമില്ല. അപ്പം ഒരു മേസ്ത്രിയൊക്കെ ഒരു ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു തട്ട് 4 ചുവരൊക്കെ പുഷ്പം പോലെ നമുക്ക് തീർത്തിറങ്ങാം. ഒരു ബാത്റൂമിൻ്റെ വർക്ക് കംപ്ലീറ്റും തീർത്തിറങ്ങാൻ പറ്റും. പക്ഷെ പല ആൾക്കാരും ഞാൻ കണ്ടിട്ടുണ്ട് ഈ താഴെ കൈപ്പാണി ഇടാതെ, അതായത് ടൈലൊട്ടിക്കണല്ലേ എന്ന് കരുതി അവർ മുഴക്കോലിന് വലിച്ച് അങ്ങ് ഇട്ട് പോകും. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മുഴക്കോൽ ഇട്ടിട്ട് നിൽക്കുമ്പോൾ എവിടെയെങ്കിലും ഇടയ്ക്കൊരു മുഴയോ വല്ലതും ഉണ്ടെങ്കിൽ ടൈലൊട്ടിക്കുമ്പോൾ നമ്മൾ ആ കനമായിരിക്കണം മൊത്തത്തിൽ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ കൈപ്പാണി ഈ തേപ്പ് പലക ഒന്ന് ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് വരയ്ക്കണത്. ചില ആൾക്കാർ വരയ്ക്കില്ല. ആ വരയ്ക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്നത് വെച്ചാൽ ഈ തേപ്പ് പലക ഇടുമ്പം ഗ്രിപ്പ് കിട്ടും. ഒരിക്കലുമില്ല. നമ്മൾ എപ്പോഴും ബാത്റൂമിൻ്റെ ഭിത്തിയൊക്കെ ചെയ്യുമ്പോൾ ഒന്ന് ഈ ഒരു ഈർക്കലിട്ട് വലിയ ഡിസൈനോ വല്ല കലാകാരനെ പോലെ വരയ്ക്കൊന്നും വേണ്ട. ജസ്റ്റ് ഒന്ന് വരച്ച് അങ്ങ് പോയാൽ മതി. ഇപ്പോൾ ഇതിൽ ഞാൻ വരയ്ക്കുന്ന പോലെ അങ്ങനെ തന്നെ വരയ്ക്കണമെന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിലൊന്ന് വരച്ച് പോയാൽ മതി. ഞാനിപ്പോൾ ഇതിങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബാത്റൂം എൻ്റെ വർക്ക് നാളെ ഉണ്ട്. അപ്പോൾ ആ ബാത്റൂമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈല് കംപ്ലീറ്റ് അടിച്ച് പൊട്ടിച്ച് ഒന്നേന്ന് പ്ലാസ്റ്ററിങ് ചെയ്ത് ടൈൽ ഒട്ടിക്കാനാണ്. കാരണം അത് ആ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും എന്തുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ അത് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്യുമ്പോൾ തൂക്കുകട്ട വെച്ച് 4 ചുവരും, അതായത് ടൈൽ ഒട്ടിക്കുന്ന ഭാഗം കംപ്ലീറ്റും തൂക്കുകട്ട വെച്ച് ലെവൽ ചെയ്തതിന് ശേഷം ലിൻഡിലിൻ്റെ മേളിൽ നല്ല രീതിയിൽ തേക്കണം. കാരണം ഈ ബാത്റൂമിൽ നിന്നും ഈ സാധാരണ ആൾക്കാർ പുട്ടി അങ്ങനെയൊന്നും ഇടില്ല, വൈറ്റ് വാഷ് അടിച്ച് അങ്ങ് പോയുള്ളൂ. അപ്പം നല്ല രീതിയിലൊന്ന് തേച്ചിട്ട് ലിൻഡിലിൻ്റെ താഴോട്ട് ഒന്ന് നല്ല രീതിയിൽ ഒന്ന് വരച്ച് വിട്ട് കഴിഞ്ഞാൽ നമുക്ക് പണി വളരെ എളുപ്പമാണ്. ടൈൽ ഒട്ടിക്കാൻ നേരത്ത് ചിലപ്പോൾ നമ്മളായിരിക്കില്ല ടൈൽ ഒട്ടിക്കുന്നത്, വേറെ പണിക്കാരായിരിക്കും. അപ്പോൾ അവർ വരുമ്പോൾ ഈ ബാത്റൂം പ്ലാസ്റ്ററിങ് ചെയ്ത ആൾക്കാരെ കുറ്റം പറയും, വീട്ടുകാരെ ഒരിക്കലും പറയത്തില്ല. പ്ലാസ്റ്ററിങ് ചെയ്ത മേസ്ത്രിമാരെ കുറ്റം പറയുള്ളൂ. അപ്പോൾ ആ കുറ്റം പറയിൽ നിന്ന് ഒഴിവാകാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. പിന്നെ ഇതിനെക്കുറിച്ച് അറിവിടാത്ത ഒരുപാട് ക്ലയൻറ്റുണ്ട്, അവർക്കും കൂടിയാണ്. ഇതിപ്പം 6 ഇഞ്ചിൻ്റെ എക്സസ് ഫാനിൻ്റെ പൈപ്പാണ് നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഈ പൈപ്പ് വെച്ച് നമ്മളിവിടെ നേരത്തെ ഹോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. പൈപ്പ് വെച്ച് കംപ്ലീറ്റും കെട്ടി അടച്ചതിന് ശേഷം ആണ് നമ്മൾ പ്ലാസ്റ്ററിങ് ചെയ്യുന്നത്. കാരണം നേരത്തെ കെട്ടാത്ത എന്താണെന്ന് വെച്ചാൽ ഭയങ്കര ഇരുട്ടായിരുന്നു. നിങ്ങളിപ്പോൾ കാണുമ്പോൾ തന്നെ ആ ഒരു ലൈറ്റിൻ്റെ വെട്ടത്തിലാണ് നമുക്ക് ആ ഒരു വെട്ടം കിട്ടുന്നത്. ഇപ്പോൾ നമ്മൾ ആ ഒരു ബാത്റൂം കംപ്ലീറ്റ് പ്ലാസ്റ്റർ ചെയ്തു. കാരണം നടുക്ക് മുഴയൊന്നുമില്ല. ചെറിയ കുഴി ഉണ്ടെങ്കിൽ നമുക്ക് വിഷയമില്ല, മുഴ കാണാൻ പാടില്ല. കാരണം പ്രൊജക്റ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ടൈൽ ഒട്ടിക്കുമ്പോൾ ആ കനമായിരിക്കും നമ്മൾ കംപ്ലീറ്റും കൊണ്ടുപോകേണ്ടത്. നല്ല ഇരുട്ടാണ് കേട്ടോ. ഈ ഒരു ബാത്റൂമിൻ്റെ കംപ്ലീറ്റ് വർക്കും കഴിഞ്ഞു. ഇതുപോലെ സിമ്പിൾ പരിപാടിയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ടൈൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ലാഭമായിരിക്കും. ഈ ഗമ്മൊന്നും ഒരുപാട് കൂടുതലാവത്തില്ല, ക്ലയൻറ്റും ഹാപ്പി ആയിരിക്കും. മറ്റേത് ക്ലയൻറ്റിനും വിഷമമായിരിക്കും. ഒരുപാട് ഗമ്മ പശയൊക്കെ ആകുമ്പം ക്ലയൻറ്റിനും ഭയങ്കര വിഷമമായിരിക്കും. അതുകൊണ്ട് എപ്പോഴും ചെയ്യുമ്പോൾ നമ്മൾ വളരെ സൂക്ഷിച്ച് ഈ രീതിയിൽ, അതായത് തൂക്കട്ട വെച്ച് തൂക്കി നല്ല ലെവൽ, അത് ഈ രീതിയിലൊന്നല്ല, നിങ്ങളെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ചെയ്യാം. പക്ഷേ കറക്റ്റ് ലെവലായിരിക്കണം. ലെവലിന് ചെയ്തു കഴിഞ്ഞാൽ ടൈൽ ഒട്ടിക്കുമ്പോൾ നമുക്ക് ലാഭമായിരിക്കും, നഷ്ടം ഒരിക്കലും വരില്ല.